അപ്പൂസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൂസ് ഇപ്പം നമ്മുടെ അടുത്താണ്. നമ്മളങ്ങനെ അമ്മയും മക്കളെയും അവരുടെ കൂട്ടിലേക്ക് മാറ്റി. അപ്പൂസ് നമ്മുടെ കൂടെയാണ്. അപ്പൂസിനെ നമ്മളിപ്പം വെളിയിലാക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ, അപ്പൂസ് എൻ്റെ അമ്മയെ ഇങ്ങനെ കടിച്ചുകൊണ്ടൊക്കെ ഇരിച്ചു. അമ്മയുടെ അടുത്ത് അരുത്തി കണ്ടോ, എന്നോട് അരുത്തി കുഞ്ഞ് അപ്പൂസിനെ അരുത്തിയ എന്നോടുള്ള അരുത്തി. എന്നോടായിരുന്നു കൂടുതൽ കാര്യം. ഞാൻ പറഞ്ഞ അപ്പൂസ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് ഓടി വന്ന് എന്റെ ദേഹത്തോട്ട് അങ്ങ് ചാടി അങ്ങ് കയറി. വാവച്ചക്കൻ കുശി കൂടുതലാണ്. മാളൂസിന് ഇച്ചിരി പക്വതയൊക്കെ വന്നോണ്ട് ഇവനതൊന്നും ഇല്ല. ഇവന് ഭയങ്കര കുട്ടപ്പന. നമ്മുടെ ചുണ്ടരനാ, നമ്മുടെ ചുണ്ടരൻ. അങ്ങനെ ഞങ്ങൾ മാളൂനെ രാവിലെ കൂട്ടിലേക്കൊക്കെ മാറ്റിയായിരുന്നു. കൂട്ടിലൊക്കെ മാറ്റി കുറച്ച് കഴിഞ്ഞപ്പം അവളും കൂട്ടിലൊക്കെ വന്ന് കുഞ്ഞിനെ ആദ്യം മാറ്റി പെട്ടിയോടെടുത്ത് നമ്മൾ കുഞ്ഞിനെ കൂട്ടിലൊക്കെ കൊണ്ടുവച്ച്. ഇവളാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ എല്ലാം പറക്കിക്കൊണ്ട് വന്നിങ്ങോട്ട് ചാടി ഇറങ്ങി കുഞ്ഞ് തെറിച്ചങ്ങ് പോയാണ്. പിന്നൊന്നും പറ്റിയില്ല കുഞ്ഞിനെ. കുഞ്ഞിനെ പറക്കി കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ പെരക്കകത്ത് കൊണ്ടുവച്ചിട്ട് ആണ് ഇന്ന് സ്കൂളിലൊക്കെ പോയത്. തിരിച്ച് വന്ന് പിന്നെ അവളെ മാറ്റുമായിരുന്നു ഇവിടുന്ന്. അവളെ പെരക്കകത്ത് ഇട്ടിട്ട് പോകാൻ ഒക്കത്തില്ല. പെരക്കകത്ത് ഇട്ടിട്ട് പോയി അവളെ എന്തെങ്കിലുമൊക്കെ നശം കാണിച്ചു വെക്കും. അതുകൊണ്ട് അവളെ ഇവിടെ എടുത്ത് തന്നെ കടിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പൂഷേ ഇങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. എന്തുവാ നോക്കിയേ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഹായ് ഉണ്ട്. ഇവനെ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അവൾ ആ കൂട്ടിൽ അവനെ കുഞ്ഞുങ്ങളെ അവിടെ കിടക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ഞങ്ങൾ കഥവെല്ലാം അടച്ചിട്ടിട്ടാ അവളെ കൂട്ടിലോട്ട് കയറ്റിയത്. അല്ലെങ്കിൽ അവൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പരിക്കകത്ത് വരും. അവൾ കുഞ്ഞുങ്ങളും കൂട്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെ കിടന്നാൽ എപ്പോഴും നമ്മളിങ്ങനെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതാകുമ്പോൾ അവൾ തന്നെ കയറി കേട്ടോ അവിടെ കുഞ്ഞുങ്ങളെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ പോരെയോ. അങ്ങനെ നമ്മുടെ അപ്പൂശൊക്കെ ഇരുന്ന് പോയി കേട്ടോ. ക്ഷീണിച്ച് പോയി അപ്പൂശൊക്കെ ക്ഷീണിച്ച് പോയി. അപ്പൂശേ നോക്കിയേ അപ്പൂശൊന്ന് നോക്കിയേ. നമ്മുടെ മടിയിലോട്ട് വന്നേ. കണ്ടോ, വിളിച്ചാൽ മതി ഓടി വരും. വിശക്കുന്നോ? അപ്പൂശിന് വിശക്കുന്നുണ്ട് കേട്ടോ. ചോറ് വേണോ? അയ്യോ കണ്ടോ, അരുത്തി ഇതിന് അരുത്തി എന്ന് പറയുന്നത്. എൻ്റെ കൈ തരത്തില്ല. എൻ്റെ കൈ കഴിക്കാണ് കേട്ടോ. തരത്തില്ല, എൻ്റെ കൈ തരത്തില്ല. അമ്മ കൈ തരത്തില്ല അപ്പൂസിന്. പോവാന്നോ? അയ്യോ വരാൻ പറഞ്ഞേ ഉള്ളൂ. അന്ന് മടിയിൽ കയറിയിരുന്നു. അതിൻ്റെ കുസൃതികളാണ്. ഇത്രയും കുസൃതിയുള്ള ചെക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കുസൃതിയുള്ള ചെക്കനെ കണ്ടിട്ടുണ്ടോ? ഈ പണി ചെക്കനെ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ സുന്ദര ചെക്കനെ കണ്ടിട്ടുണ്ടോ? എന്ത് പാടാ? വായിക്കകത്തൊക്കെ കൈ ഇച്ചിക്കകത്തൊക്കെ നടന്നിട്ട് വരുന്നയാ. മഴയല്ലയോ, മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോന്നെയാ. മുറ്റത്ത് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ ഞങ്ങളുടെ കൂടെ വരും മുറ്റത്ത്. എന്തോ കഴിച്ചക്കേടാണോ, എന്തോ കുറ്റക്കേടാണോ? ഈ കുറ്റക്കേടിന് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ അറിയത്തില്ലേ. ഇവരെ കെട്ടിയിടും. നാളെ ഞങ്ങൾ ഇവരെ കെട്ടിയിടുവേ കേട്ടോ. ഇവരെ നാളെ ഞങ്ങൾ കെട്ടിയിടും. ആരാടി അവിടെ ഇരിക്കുന്നേ? അവിടെ ആരാടി? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീഡിയോ എത്തുവാ. നീ എന്ത് വലിയ ഗമ വെക്കുന്നേ? എന്റെ കൈക്കാ പിടിക്കുന്നേ. ബാവോ അപ്പൂശ് ഒങ്ങി കേട്ടോ. അപ്പൂഷിന്റെ പൊന്നാര് മോനല്ലോ നമ്മുടെ അപ്പൂഷ് പൊന്നാര് മോനാ. ആരൊക്കെ വന്നാലും ഞങ്ങളുടെ അപ്പൂഷ് കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം അപ്പൂഷും മാളൂഷും കഴിഞ്ഞ്. അവള് വലിയ പെണ്ണായതുകൊണ്ട് ഞങ്ങൾ അവളെ അങ്ങോട്ട് മാറ്റിയില്ല. അവള് വലിയ പെണ്ണായില്ലേ, അപ്പം അവളോട് ചില ആളിനെയൊക്കെ കുറഞ്ഞ.
ആദ്യം അപ്പൂസിന്റെ വാല പിടിച്ചേക്ക് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ അപ്പുഷ് പറഞ്ഞ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൈ കടിക്കാനാണ് കേട്ടോ. പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പറഞ്ഞേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.